നമസ്കാരം. 24-ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജൂലൈ 30 ബുധനാഴ്ച, കർക്കടകം 14. കേരളത്തെ പിടിച്ചുലച്ച മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഒരാണ്ട് തികയുന്ന ദിവസമാണ്. അവിടെ നിന്നുള്ള തത്സമയ റിപ്പോർട്ടുകളുണ്ടാകും. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്റ്റോറികളുമുണ്ട്. നമ്മൾ ആദ്യം പോകുന്നത് പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ്. നമസ്കാരം. മോർണിംഗ് ന്യൂസിലേക്ക് വിശദമായി പോവുകയാണ്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം അതുണ്ടായിട്ട് ഒരു വർഷം പൂർത്തിയാകുന്ന ദിനമാണ്. നമ്മൾ ആ വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത്. ഉള്ളുപൊട്ടി ഒരാണ്ട്. രാജ്യത്തെ കണ്ണീരിലാഴ്ത്തിയ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾക്ക് ഇന്നൊരു വയസ്സ്. ഒരു നാടിനെയാകെ ഭൂപടത്തിൽ നിന്ന് മായ്ച്ചു കളഞ്ഞ ദുരന്തത്തിൽ 298 പേർക്ക് ജീവൻ നഷ്ടമായി എന്നാണ് ഔദ്യോഗിക കണക്ക്. 400ഓളം കുടുംബങ്ങളാണ് ദുരന്തത്തിൽ ഒറ്റപ്പെട്ടത്. പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി ജൂലൈ 29 കിടന്നുറങ്ങിയ നൂറുകണക്കിന് ആളുകൾ ഇരുട്ടി വെളുക്കുമ്പോഴേക്കും ഇല്ലാതായി. വയനാട്ടിൽ 2 ദിവസം തുടർച്ചയായി പെയ്ത മഴയെ തുടർന്ന് ജൂലൈ 29 പുഞ്ചിരിമട്ടം, അട്ടമല, മുണ്ടക്കൈ പ്രദേശവാസികളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. ജൂലൈ 30 പുലർച്ചെ 1:40 ഉരുൾപൊട്ടലുണ്ടായത്. തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ ഗ്രാമങ്ങൾ ഒലിച്ചുപോയി. രാവിലെ 4:10 ചൂരൽമലയിൽ രണ്ടാമത്തെ ഉരുൾപൊട്ടൽ. മുണ്ടക്കൈ പുഴ വഴിമാറി ഒഴുകിയുണ്ടായ വെള്ളപ്പൊക്കത്തിൽ പുഴയ്ക്ക് കുറുകെയുണ്ടായിരുന്ന പാലം തകർന്നു. വെള്ളാർമല GVHS സ്കൂളിന്റെ ഭൂരിഭാഗവും മണ്ണിനടിയിലായി. ഗതാഗത സംവിധാനങ്ങളെല്ലാം തകർന്നതിനാൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമായി. മലവെള്ളപ്പാച്ചിലിൽ ചാലിയാർ പുഴയിലെത്തിയ മൃതദേഹങ്ങൾ കിലോമീറ്ററുകളോളം ഒഴുകി നടന്നു. ഉച്ചയ്ക്ക് 12 മണിയോടെ രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ ഇന്ത്യൻ സൈന്യം 24 മണിക്കൂർ കൊണ്ട് ചൂരൽമലയെയും മുണ്ടക്കൈയെയും ബന്ധിപ്പിച്ചുകൊണ്ട് ബെയിലി പാലം നിർമ്മിച്ചു. സൈന്യത്തിനും ദുരന്ത നിവാരണ അതോറിറ്റിക്കും പോലീസിനും അഗ്നിരക്ഷാസേനയ്ക്കുമൊപ്പം യുവജന സന്നദ്ധ സംഘടനകളും ചേർന്നതോടെ രക്ഷാപ്രവർത്തനം ഊർജിതമായി. ഉറ്റവരെയും ഉടയവരെയും കാണാതെ മേപ്പാടി സർക്കാർ ആശുപത്രിയിലെത്തി മൃതദേഹങ്ങളുടെ കെട്ടഴിച്ചു നോക്കുന്നവരുടെ ദൃശ്യങ്ങൾ ഉള്ളുലയ്ക്കുന്നതായിരുന്നു. 400ഓളം കുടുംബങ്ങളാണ് ദുരന്തത്തിൽ ഒറ്റപ്പെട്ടത്. തിരിച്ചറിഞ്ഞതും അല്ലാത്തതുമായി 190 പേരുടെ ശരീരഭാഗങ്ങൾ കണ്ടെത്തി. ദുരന്തത്തിൽ 298 പേരുടെ മരണമാണ് ഔദ്യോഗികമായി സർക്കാർ സ്ഥിരീകരിച്ചത്. 128 പേർക്ക് പരിക്കേറ്റു. 435 വീടുകൾ തകർന്നു. റിസർച്ച് ഡെസ്ക് 24. രാത്രിയിൽ കുത്തിയൊലിച്ചെത്തിയ മഹാദുരന്തം കവർന്നെടുത്തത് 300ഓളം ജീവനുകൾ. ഒരു വർഷത്തിനിപ്പുറം പുത്തുമലയിലെ പൊതുശ്മശാനത്തിലേക്ക് ദിവസവും എത്തി പ്രാർത്ഥിച്ചു പോകുന്ന ഒരുപാട് ഉറ്റവരുണ്ട്. ഓർമ്മകൾക്ക് മരണമില്ല. ഉരുളെടുത്ത പ്രിയപ്പെട്ടവർക്ക് മുന്നിൽ 24-ന്റെ സ്മരണാഞ്ജലി. പുത്തുമലയിലെ താഴ്വാരം ഇപ്പോഴും ഓർമ്മകളുടെ മഴപ്പെയ്ത്ത്. ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ടെന്നോ മരിച്ചുവെന്നോ അറിയാത്ത എത്ര മണിക്കൂറുകളാണ് മനുഷ്യനന്ന് പകച്ചു നിന്നത്. വെള്ളപ്പുതപ്പ് മാറ്റി തൻ്റെ ഉറ്റവരാണോ എന്ന് നോക്കിയ എത്ര മുഖങ്ങളാണ് മനസ്സിൽ വരുന്നത്. നിറകണ്ണുകൾ മായ്ച്ചു കളഞ്ഞ വെള്ളപുതച്ച നിമിഷങ്ങൾ. കൺമുന്നിൽ ഇങ്ങനെയൊന്നു വേണ്ടിയിരുന്നില്ല എന്ന് ചിന്തിക്കാത്ത ഹൃദയങ്ങളില്ല. ഒരൊറ്റ രാത്രി ഇരുട്ടി വെളുത്തപ്പോഴേക്കും നിത്യതയിലേക്ക് മറഞ്ഞവർ. ഷബ്നയും നീതുവും ഹയാൻമോനും നാഗമ്മയും എല്ലാം ഒരുമിച്ചുറങ്ങുന്ന ഇടം. പൊതുശ്മശാനത്തിന് ഇന്നു പേര് ഹൃദയഭൂമി. ഓർമ്മകളുടെ നോവ് കൊത്തിവലിക്കുന്നുണ്ട്. മക്കൾ ഉറങ്ങുന്ന സ്ഥലത്ത്
കളിപ്പാട്ടങ്ങൾ കൊണ്ടുവച്ച് താലോലിക്കുന്ന രക്ഷിതാക്കൾ, ദിവസവും എത്തി പൂക്കളർപ്പിച്ചു മടങ്ങുന്നവർ, ഒരു വാക്കിനും അടയാളപ്പെടുത്താൻ കഴിയാതെ പോകുന്ന വിങ്ങലിന്റെ പേരാണ് ഹൃദയഭൂമി. ഇത്ര നടുക്കത്തോടെ ഉള്ളുലഞ്ഞ് ഒരു ഫ്ലക്സിന് മുൻപിലും നിന്നിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഓർക്കുന്നു. നിങ്ങളുടെ ഉറ്റവർക്ക് കൈത്താങ്ങാവാൻ ശ്രമിക്കുന്നു. പുത്തുമല ശ്മശാനത്തിലേക്ക് തിരിയുന്ന ഇടത്താണ് എല്ലാവരുടെയും ചിത്രങ്ങൾ കോർത്തിണക്കിയുള്ള ഫ്ലക്സ് വെച്ചിരിക്കുന്നത്. 298 പേർ മരിച്ചുവെന്ന് സർക്കാരിന്റെ ഔദ്യോഗിക കണക്ക്. 32 പേരെ കണ്ടെത്താനായിട്ടില്ല. 223 മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ചാലിയാറിൽ നിന്ന്. ഞെട്ടൽ വിട്ടുമാറാതെ ജീവിതത്തിൽ സംഭവിച്ച ദുരന്തത്തിന്റെ ആഴം പോലും ഉൾക്കൊള്ളാൻ കഴിയാതെ ഒരുപാട് മനുഷ്യർ കഴിയുന്നു. മൺമറഞ്ഞ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുൻപിൽ 24ന്റെ ഹൃദയാഞ്ജലി. ടീം 24 വയനാട്. മുണ്ടക്കൈ ചുരൽമല എന്ന സ്വർഗഭൂമിയെയാണ് ഉരുൾ കവർന്നെടുത്തത്. സങ്കടങ്ങളുടെ മഴപ്പെയ്ത്ത് തുടരുമ്പോഴും ഈ ഗ്രാമത്തിലെ മനുഷ്യർ ഇന്ന് അതിജീവിക്കാൻ ശ്രമിക്കുകയാണ്. വയനാട്ടിൽ ഇടവിട്ട് അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന പ്രദേശം മേലെ മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശമാണ്. അന്ന് ജൂലൈ 29 വയനാടിന് മുകളിൽ കറുത്ത മേഘങ്ങൾ ഉരുണ്ടുകൂടിയിരുന്നു. നട്ടുച്ചയിലും ഇരുട്ട് പടർത്തുന്ന വിധം മഴപ്പെയ്ത്തും ഇടവിട്ട് തുടർന്നു. ഉച്ചയ്ക്ക് ശേഷം ചൂരൽമലയിലെത്തുമ്പോൾ പുന്നപ്പുഴ കലങ്ങി മറിഞ്ഞ് ഒഴുകുകയാണ്. അട്ടമല റോഡിലെ പാടിക്ക് സമീപം വേരു പടർത്തി നിന്നിരുന്ന താന്നിമരം പുഴയിലേക്ക് കടപുഴകി വീണതിൽ നിന്നും തുടങ്ങി ആശങ്കയുടെ മണിക്കൂറുകൾ. വയനാട്ടിൽ ഇടവിട്ട് അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന പ്രദേശം മേലെ മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശമാണ്. ഈ മേഖലയിലുള്ള ആളുകളെ സംബന്ധിച്ച് വലിയ അളവിലുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പുഞ്ചിരിമട്ടത്തും പുത്തുമലയിലും ദൃശ്യങ്ങൾ പകർത്തി രാത്രി മടങ്ങിയ ഞങ്ങളെ അർദ്ധരാത്രി പിന്നിട്ടപ്പോഴാണ് ആ നാട്ടുകാർ വീണ്ടും വിളിക്കുന്നത്. പുലർച്ചെ എത്തുമ്പോൾ ചെളിക്കൂനയായി മാറിയ ചൂരൽമല ഇരുളിൽ തെളിയുന്ന പ്രകാശത്താൽ ഞങ്ങൾ കണ്ടു. വെളിച്ചം വീണപ്പോൾ വെള്ളാർമല സ്കൂൾ റോഡിലേക്ക് നടന്നു. കണ്ടത് നെഞ്ചു പൊട്ടുന്ന കാഴ്ച. പിന്നീട് ഈ പ്രദേശം സാക്ഷ്യം വഹിച്ചത് സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനത്തിന്. സർക്കാർ സംവിധാനങ്ങളും സൈന്യവും സന്നദ്ധ പ്രവർത്തകരും ഒന്നാകുന്ന കാഴ്ച. മരണം സൂചിപ്പാറ ജലപാതവും കടന്ന് ചാലിയാറിലൂടെ ചുവന്നൊഴുകിക്കൊണ്ടിരുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വിലാപവും നിസ്സംഗതയും നെടുവീർപ്പും നിറഞ്ഞു. മരിച്ചത് 298 പേർ. 99 പേരെ തിരിച്ചറിയാൻ DNA പരിശോധനാ ഫലം വേണ്ടിവന്നു. കണ്ടെത്താൻ കഴിയാതെ വന്നത് 32 പേരെ. പുഞ്ചിരിമട്ടം മുതൽ 8 കിലോമീറ്റർ ദൂരത്തിലാണ് ദുരന്ത വ്യാപ്തി. ദുരന്തബാധിതർ വിവിധ വിഷയങ്ങൾ ഉയർത്തി പലകുറി പ്രക്ഷോഭ വഴിയിലേക്ക് എത്തിയതും ഈ നാട് കണ്ടു. പുനരധിവാസത്തിനായുള്ള മാതൃകാ ടൗൺഷിപ്പ് നിർമ്മാണം കൽപ്പറ്റയിലെ കണ്ണായ സ്ഥലത്ത് എൽസ്റ്റൺ എസ്റ്റേറ്റിൽ പുരോഗമിക്കുകയാണ്. റീബിൽഡ് ചൂരൽമല ദൗത്യവുമായി സർക്കാർ മുന്നോട്ട് പോകുന്നുണ്ട്. ഇനിയും പരിഹരിക്കേണ്ട വിഷയങ്ങൾ അനവധി. ഇനിയും പൂർത്തിയാകാത്ത ദുരന്തബാധിതരുടെ ഗുണഭോക്തൃ പട്ടിക, കടങ്ങൾ എഴുതിത്തള്ളൽ, കൃഷിഭൂമിയുടെ വീണ്ടെടുപ്പ്, ചൂരൽമലയുടെയും പുന്നപ്പുഴയുടെയും പുനരുദ്ധാരണം, കെട്ടിട ഉടമകൾക്കുള്ള ധനസഹായം, ഇത്തരം പരിഹരിക്കാനാകാത്ത പ്രശ്നങ്ങൾ അനവധി. ഇതിനെല്ലാം പരിഹാര നടപടികൾ വേഗത്തിലാക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്. മുണ്ടക്കൈ ചുരൽമല ദുരന്തബാധിതരെ സംബന്ധിച്ചിടത്തോളം ഈ ദിനം ഹൃദയം നിറക്കുന്ന ഓർമ്മകളുടേതാണ്. അതുകൊണ്ട് തന്നെ വല്ലാത്ത മാനസിക പ്രതിസന്ധികളിലൂടെ അവർ കടന്നു പോകുന്നുണ്ട്. അവരെ കണ്ടെത്തി ആരോഗ്യവകുപ്പ്. വാർഷികത്തോടനുബന്ധിച്ച് തീവ്രമായ ഓർമ്മകൾ തിരികെ എത്തുമ്പോൾ ഉത്കണ്ഠ, പാനിക് അറ്റാക്ക്, ഡിപ്രഷൻ, ഉറക്കമില്ലായ്മ തുടങ്ങിയ ലക്ഷണങ്ങളാണ് കൂടുതലായി കാണുന്നത്. ദുരന്തബാധിതരുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനായി ജില്ലാ മാനസികാരോഗ്യ ദൗത്യത്തിന് കീഴിൽ പ്രത്യേക സ്ക്രീനിങ്ങും ആരംഭിച്ചിട്ടുണ്ട്. ദുരന്തബാധിതരുടെ മാനസികാരോഗ്യം വീണ്ടെടുക്കാനായി ആരോഗ്യവകുപ്പ് നടത്തിയത് അക്ഷീണ പ്രയത്നം. എന്നാൽ വാർഷികമെത്തുമ്പോൾ തീവ്രമായ ഓർമ്മകൾ പലരെയും വേട്ടയാടുന്നുവെന്ന് വയനാട് ജില്ലാ മാനസികാരോഗ്യ ദൗത്യം കണ്ടെത്തി. ഉത്കണ്ഠ, പാനിക് അറ്റാക്ക്, ഡിപ്രഷൻ, ഉറക്കമില്ലായ്മ തുടങ്ങിയ ലക്ഷണങ്ങൾ കൂടുതലായി കാണുന്നു. കാലാവസ്ഥയിലുണ്ടായ മാറ്റവും മഴ വീണ്ടും ശക്തമായതും ചിലരിൽ വീണ്ടും പ്രശ്നങ്ങൾക്ക് കാരണമായതായി ജില്ലാ മാനസികാരോഗ്യ ദൗത്യം കണ്ടെത്തിയിട്ടുണ്ട്. അപ്രതീക്ഷിതമായ ദുരന്തം നേരിടേണ്ടി വരുന്നവർക്ക്
പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ആണ് സാധാരണയായി കാണപ്പെടുന്ന മാനസിക പ്രശ്നം. ഉറ്റവരെല്ലാം നഷ്ടപ്പെട്ട ചിലരിൽ താൻ മാത്രം ബാക്കിയായല്ലോ എന്ന കുറ്റബോധവും ഒറ്റപ്പെട്ടു നിൽക്കാനുള്ള പ്രവണതയും പ്രകടിപ്പിക്കുന്നു. വീട് നഷ്ടപ്പെട്ടവർ, ഉറ്റ ബന്ധുക്കളെ നഷ്ടപ്പെട്ടവർ, ഇതുമായി ബന്ധപ്പെട്ടുള്ള ദുരന്തത്തിൽ നേരിട്ട് അനുഭവിച്ചവർ, അവർക്കൊക്കെ തന്നെ ഇതിൻ്റെ പ്രതികരണങ്ങൾ തീവ്രമാവാനും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ദുരന്താനന്തര തീവ്ര മാനസിക പ്രതികരണം എന്ന് പറയുന്ന പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറുകളൊക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതിൻ്റെയൊക്കെ ചികിത്സയും, അത് മരുന്ന് ചികിത്സയാകട്ടെ മറ്റു തരത്തിലുള്ള ചികിത്സകളാകട്ടെ, തുടർന്ന് നടത്തേണ്ടതുണ്ട്. ഇത്തരത്തിൽ ചികിത്സ എടുത്തിട്ടുള്ളവരെ അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച ലക്ഷണങ്ങൾ ഉള്ളവരെ നാം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളിൽ ഉറക്കക്കുറവും ഇടയ്ക്കിടെ ഞെട്ടിയെഴുന്നേൽക്കലും സാധാരണമായി. നിലവിൽ മൊബൈൽ സൈക്കാട്രി യൂണിറ്റ് പോലുള്ള സംവിധാനങ്ങളുടെ സേവനം പ്രയോജനപ്പെടുത്തി 2200 ദുരന്തബാധിതരുടെയും വീടുകളിലെത്തി മാനസികാരോഗ്യം ഉറപ്പുവരുത്തുകയാണ് അധികൃതർ. 1 വർഷം കൂടി സേവനം തുടരാനാണ് തീരുമാനം. 24 വയനാട്. ഇപ്പോഴൊരു വലിയ വാർത്ത വരുന്നുണ്ട്. അത് റഷ്യയിൽ ഭൂചലനം എന്നുള്ളതാണ്. അതിൻ്റെ തീവ്രത ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് 8.7 2011 ശേഷം രേഖപ്പെടുത്തിയ ഏറ്റവും വലിയ ഭൂചലനം എന്നുള്ള വിവരം ഇപ്പോൾ വരുന്നുണ്ട്. അമേരിക്ക, ജപ്പാൻ തീരങ്ങളിൽ ഉൾപ്പെടെ ഇപ്പോൾ സുനാമി മുന്നറിയിപ്പ് കൂടി വരുന്നുണ്ട്. റഷ്യയുടെ കാംചാക്ക തീരത്താണ് ഈ വലിയ ഭൂചലനം അനുഭവപ്പെട്ടത്. തീരത്ത് സുനാമി മുന്നറിയിപ്പുണ്ട്. 2011 ശേഷം രേഖപ്പെടുത്തിയ ഏറ്റവും വലിയ ഭൂചലനമാണ്. 8.7 അതിൻ്റെ തീവ്രത. എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ വരും മിനിറ്റുകളിൽ തന്നെ വ്യക്തമാകും. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ സർക്കാർ നടത്തിയ പ്രഖ്യാപനങ്ങൾ എവിടെ വരെ എത്തി? വീട്ടുവാടക, ഉപജീവന സഹായം, പുനരധിവാസം തുടങ്ങിയ കാര്യങ്ങളിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് നോക്കാം. മേപ്പാടി പഞ്ചായത്തിലെ 10, 11, 12 വാർഡുകളിലെ 1036 കുടുംബങ്ങളെയാണ് ഉരുൾപൊട്ടൽ നേരിട്ട് ബാധിച്ചതെന്നാണ് സർക്കാർ കണക്ക്. ക്യാമ്പിൽ നിന്ന് വാടക വീടുകളിലേക്ക് മാറ്റി താമസിപ്പിച്ച ദുരന്തബാധിതർക്ക് പുനരധിവാസം പൂർത്തിയാകും വരെ വീട്ടുവാടക നൽകുമെന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ മാസങ്ങൾ പിന്നിട്ടതോടെ വാടക നൽകേണ്ട കുടുംബങ്ങളുടെ എണ്ണം സർക്കാർ വെട്ടിക്കുറച്ചു. ആദ്യം 765 കുടുംബങ്ങളായും പിന്നീട് 535 കുടുംബങ്ങൾക്കായും വാടക ചുരുക്കി. വീടിനർഹരായവർ പലരും ഉദ്യോഗസ്ഥരുടെ കടുംപിടുത്തം കാരണം പട്ടികയ്ക്ക് പുറത്താണെന്നും ആക്ഷേപമുണ്ട്. മേപ്പാടി പഞ്ചായത്ത് ജില്ലാ ഭരണകൂടത്തിന് സമർപ്പിച്ച പട്ടികയിൽ 545 കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നതെങ്കിലും സർക്കാരിന്റെ പുനരധിവാസ ലിസ്റ്റിൽ 402 കുടുംബങ്ങളെ ഉള്ളൂ. ദുരന്തബാധിത പ്രദേശമായി പ്രഖ്യാപിച്ച വാർഡുകളിലെ 2000-ഓളം കുടുംബങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ ഉപജീവന സഹായം നൽകിയിരുന്നത്. പിന്നീടത് നേർപകുതിയാക്കി ചുരുക്കി. സന്നദ്ധ സംഘടനകളുടെയും വ്യക്തികളുടെയും സഹായത്തോടെ ഉപജീവന മാർഗം കണ്ടെത്തിയവരെയാണ് ഉപജീവന ബത്തയിൽ നിന്ന് ഒഴിവാക്കിയത്. ഉരുൾപൊട്ടൽ ഭീഷണി അവഗണിച്ച് ജീവൻ പണയം വെച്ചാണ് ഇവരിൽ പലരും വേലിപ്പാലത്തിനപ്പുറത്തുള്ള തോട്ടങ്ങളിൽ പണിക്ക് പോയിരുന്നത്. കഴിഞ്ഞ ജൂൺ 25 ഉരുൾപൊട്ടിയെന്ന ഭീതി പരന്നപ്പോൾ അവരുടെ രോഷം അണപൊട്ടി. 7 മണിക്കൂറിലധികം നീണ്ട സമരം ദിനബത്ത നൽകുമെന്ന ഉദ്യോഗസ്ഥരുടെ ഉറപ്പിലാണ് അവസാനിച്ചത്. പക്ഷേ ഇന്നും ഈ തുക ലഭിച്ചിട്ടില്ല. റിസർച്ച് ഡെസ്ക് 24. നേരിട്ടുള്ള വിവരങ്ങളുമായി വിപിൻ സി വിജയൻ അവിടെ നിന്ന് ചേരുന്നുണ്ട്. വിപിൻ, നമ്മുടെ പല പ്രതിനിധികളും അവിടെ ഉണ്ടായിരുന്നതാണ്, നേരിട്ട് അവിടുത്തെ കാഴ്ചകൾ കണ്ടതാണ്. ഇന്നിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ ഇന്നലെയും അതിന് മുൻപത്തെ ദിവസവുമായിട്ടൊക്കെ അവിടെയുണ്ട്. അവിടെ നിന്ന് ലഭിക്കുന്ന നമ്മുടെ നേർക്കാഴ്ചകൾ അതെങ്ങനെയാണ്? ഈ ഉപജീവനത്തിൻ്റെ കാര്യത്തിൽ അവർ അതിൽ അതിജീവിക്കുന്നുണ്ടോ? പരാതികൾ ഉയരുന്നുണ്ടോ? പറയും. സ്മിത, ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ വർഷവും ഈ സമയത്ത് നമ്മൾ ഉണ്ടായിരുന്നു. അന്നും ഒരു ചെറിയ മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറിയൊരു ചാറ്റൽ മഴയെ പോലും അന്നത്തെ ഓർമ്മകളിലേക്കൊക്കെ നമ്മളെ വല്ലാതെ കൊണ്ടുപോകും. ഈ പറഞ്ഞതുപോലെ തന്നെ വലിയ പ്രയാസം ഇവർ നേരിടുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് പ്രധാനമായിട്ടും മാനസികമായിട്ടുള്ള കാര്യങ്ങൾ കൂടിയാണ്. കാരണം അതിൽ നിന്ന് മുക്തരാകാൻ ഇപ്പോഴും കഴിയാത്ത ഒരു ജനത എന്നുള്ളത് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഒരു ഉമിത്തി പോലെ നീറി ജീവിക്കുക എന്നുള്ളതാണ് പലരുടെയും ഇപ്പോഴുമുള്ള ഒരു മാനസികാവസ്ഥ. അത് നമുക്ക് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്
എന്നറിയപ്പെടുന്ന പുത്തുമല ശ്മശാനത്തിലേക്ക് പോകുമ്പോഴാണ്. കാരണം അവിടെയൊക്കെ എത്തുമ്പോൾ അവരോട് എന്താണ് പറയേണ്ടത് എന്ന് പോലും അറിയില്ല. ഇപ്പോഴും എല്ലാ ദിവസവും അവിടെ എത്തി ഒരു പൂക്കൾ അർപ്പിക്കുന്ന ഒരുപാട് രക്ഷിതാക്കളെയും ഉറ്റവരെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ പുനരധിവാസത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ സർക്കാരിൻ്റെ കാര്യങ്ങളിലാണ് കുറച്ചുകൂടി ഒരു വ്യക്തത ഇനി വരേണ്ടതുള്ളത്. അതിന് പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു എന്നുള്ളതാണ് സർക്കാർ പറയുന്നത്. മാതൃകാ വീടിൻ്റെ പ്രവർത്തനം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഡിസംബറോട് കൂടി 410 വീടുകൾ അവിടെ പൂർത്തിയാകും എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ 410 കുടുംബങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഏറെക്കുറെ അവർ പുനരധിവാസത്തിലേക്ക് കടക്കുമെന്നുള്ളൊരു പ്രതീക്ഷയായിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഈ അട്ടമല പോലുള്ള പടവെട്ടിക്കുന്ന് പോലുള്ള അവരുടെ കാര്യത്തിൽ അത് സർക്കാരിൻ്റെ മുന്നിലുള്ള അപ്പീലായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവരെ കൂടി അന്തിമ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. അതുവരെ സംബന്ധിച്ചൊരു ആശങ്കയായിട്ട് നിൽക്കുകയാണ്. കാരണം ആ അവസാനത്തെ അന്തിമ ലിസ്റ്റ് എന്ന് വരും എന്നതിനെ സംബന്ധിച്ച് സർക്കാർ ഇപ്പോൾ അതിനെ സംബന്ധിച്ചൊരു അവസാന തീയതി ഇതിനോട് പറഞ്ഞിട്ടില്ല. പിന്നീട് പലരും 6000 രൂപയാണ് ഇവർക്ക് വാടകയായിട്ട് നൽകിയിരുന്നത്. അത് വളരെ കുറവാണ് എന്നുള്ള ഒരു അഭിപ്രായമാണ് ഇവർക്ക് മുഴുവനായിട്ടും ഉള്ളത്. കാരണം അതിനേക്കാൾ വലിയ തുകയ്ക്കാണ് പലരും വാടകയ്ക്ക് നിൽക്കുന്നത്. 6000 രൂപയ്ക്ക് അപ്പുറമുള്ള തുക എങ്ങനെ കണ്ടെത്തുമെന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ പണം ഒരു കൂടുതലായിട്ട് ലഭിച്ചിട്ടില്ല എന്നുള്ളത് കൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള അതായത് കൃഷിക്ക് ഒപ്പം തന്നെ കച്ചവട സ്ഥാപനങ്ങൾ പോയ ആളുകൾക്ക് അവർക്കൊന്നും സർക്കാരിൻ്റെ ഒരു സാമ്പത്തിക സഹായം ലഭിച്ചിട്ടില്ല എന്നുള്ള പരാതി അവർ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇനി അത് അവർക്കൊക്കെയുള്ള ഒരു ശാശ്വത പരിഹാരം എങ്ങനെയായിരിക്കും എന്നതിനെ സംബന്ധിച്ച് കൂടിയാണ് ഇനി ഈ സർക്കാർ വൃത്തങ്ങൾ കുറച്ചുകൂടി പറയേണ്ടതുള്ളത്. ഈ ജോൺ മത്തായി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ രാവിലെയും വൈകിട്ടുമായിട്ടുള്ള ഈ ജോൺ മത്തായി റിപ്പോർട്ടിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഇതിൽ 2 കല്ലുകളാണ് ഇപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ളത്. അത് ഈ ഗോവേ നോ ഗോവേ എന്നുള്ള 2 കല്ലുകളുണ്ട്. അപ്പോൾ അതേ സംബന്ധിച്ച് അതിനപ്പുറത്തേക്ക് ഇല്ലാത്ത ആളുകൾ, അതായത് സുരക്ഷിതമെന്ന് സർക്കാർ പറയുന്ന ഒരു സ്ഥലത്തുള്ള ആളുകൾക്ക് അവർ ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നതിനെ സംബന്ധിച്ച് കൂടി കൂടുതൽ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ സുരക്ഷിതമെന്നുള്ള സ്ഥലത്തുള്ള ആളുകൾ ഇനി എങ്ങനെയാണ് ജീവിക്കുന്നത്? അവരുടെ മുന്നിലുള്ള ആളുകളൊന്നും ഇപ്പോഴില്ല, ഒപ്പം തന്നെ അവരുടെ സ്ഥാപനങ്ങളില്ല, അവർക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു സാമ്പത്തികമായിട്ടൊരു സഹായവും ലഭിക്കുന്നില്ല. അവരുടെ ഒരു കാര്യത്തിൽ കൂടിയാണ് ഇനി കുറച്ചുകൂടി ഒരു ജാഗ്രത പാലിക്കുന്നത്. അവരെ കൂടി ഒത്തുപിടിച്ചാൽ മാത്രമായിരിക്കും ഒരു പുനരധിവാസം എന്നുള്ളത് അതിൻ്റെ ഒരു പൂർണ്ണ തലത്തിൽ മുഴുവനാകൂ എന്നുള്ളത് കൂടി നമുക്ക് പറയാതെ വയ്യ. അപ്പോൾ ഈ രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് സജീവമായി തന്നെ ചർച്ചയിൽ നിൽക്കുന്നു എന്നുള്ളതുമാണ് നമുക്ക് ഈ ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒപ്പം നിൽക്കുന്ന, അതായത് ഇതിൻ്റെ ഒരു ആഘാതം, നേരിട്ട് ദുരന്തം അനുഭവിച്ചില്ലെങ്കിൽ പോലും അതിൻ്റെ ആഘാതം അനുഭവിച്ചവരുടെ ഒരു കാര്യം വളരെ വലുതാണ്. ആ ഒരു ആളുകളുടെ എണ്ണവും വളരെ വലുതാണ്. അപ്പോൾ അവരെ ചേർത്ത് പിടിക്കുന്നതിലേക്കായിരിക്കണം ഇനിയുള്ള കൂടുതൽ ശ്രദ്ധ എന്നുള്ളത് കൂടിയാണ് പറയേണ്ടത്. സ്മിത. വിപിൻ സി വിജയനാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് 1 വർഷം പൂർത്തിയാകുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഇന്ന് 1 മിനിറ്റ് മൗനം ആചരിക്കും. രാവിലെ 10 മണിക്കാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ച 1 മിനിറ്റ് മൗനാചരണം. 2024 ജൂലൈ 30-നുണ്ടായ ഉരുൾപൊട്ടലിൽ 52 വിദ്യാർത്ഥികൾക്ക് ജീവൻ നഷ്ടമായി എന്നാണ് കണക്ക്. മരിച്ച വിദ്യാർത്ഥികളോടുള്ള ആദരസൂചകമായി കൂട്ടായി ദുഃഖം പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മൗനാചരണം. കാണാതായ 32 കുട്ടികളെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. താമരശ്ശേരി ചുരത്തിന് ബദലായി നിർമ്മിക്കുന്ന ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണം താമസിയാതെ തുടങ്ങും. തുരങ്കപാത യാഥാർത്ഥ്യമായാൽ വയനാടും കോഴിക്കോടും തമ്മിലുള്ള ദൂരം കുറയും. കർണാടകയിലേക്കുള്ള യാത്രയും എളുപ്പമാകും. എന്നാൽ പ്രകൃതി ദുരന്തത്തിൽ പകച്ചു നിൽക്കുന്ന വയനാട്ടിലെ ജനങ്ങൾ ആശങ്കയിലാണ്. തുരങ്കപാത വന്നു കയറുന്ന സ്ഥലത്തുനിന്ന് ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച മുണ്ടക്കൈയിലേക്ക് 10 കിലോമീറ്ററിൽ താഴെയാണ് ദൂരം. അതുണ്ടാക്കുന്ന ആശങ്ക ചെറുതല്ല. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ മണ്ണിടിച്ചിലുണ്ടാകുന്ന പ്രദേശങ്ങളിലൊന്നാണിത്. പശ്ചിമഘട്ട മലനിരകളെ തുളച്ചുവേണം പാത യാഥാർത്ഥ്യമാക്കാൻ. അതീവ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള മേഖലയിൽ വൻകിട നിർമ്മാണങ്ങൾ അപകടം ക്ഷണിച്ചു വരുത്തുമെന്ന് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി പഠന റിപ്പോർട്ടിലുണ്ട്. പദ്ധതിക്ക് പാരിസ്ഥിതിക അനുമതി നൽകിയത് നിബന്ധനകളോടെയാണ്. മല തുരക്കുന്നതിന് ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കണം. പരിസ്ഥിതി നാശം ഒഴിവാക്കണം. വന്യജീവികളുടെയും ആദിവാസികൾ ഉൾപ്പെടെയുള്ള മനുഷ്യരുടെയും പ്രശ്നങ്ങൾ പരിഗണിക്കണമെന്നും നിർദ്ദേശമുണ്ട്. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ സൂക്ഷ്മ സ്കെയിൽ മാപ്പിംഗ്, ടണൽ റോഡിന്റെ ഇരുഭാഗത്തും കാലാവസ്ഥാ നിരീക്ഷണ സ്റ്റേഷനുകൾ സ്ഥാപിക്കുക, ഭൂമിയുടെ ഘടനയനുസരിച്ച് ടണലിംഗ് രീതികൾ തെരഞ്ഞെടുക്കുക, 4 പേരടങ്ങുന്ന വിദഗ്ധ സമിതി രൂപവൽക്കരിക്കുക തുടങ്ങിയ വ്യവസ്ഥകളാണ് സമിതി മുന്നോട്ട് വച്ചിട്ടുള്ളത്. താമരശ്ശേരി ചുരത്തിനു ബദലായി ആനക്കാംപൊയിൽ മുതൽ വയനാട്ടിലെ കള്ളാടി വരെ എത്തുന്നതാണ് തുരങ്കപാത. യാത്രാദുരിതം കുറയ്ക്കുന്നതിനും സാമ്പത്തിക വളർച്ചയ്ക്കും വികസനത്തിനും മുതൽക്കൂട്ടാകുമെന്ന് പറയുമ്പോഴും ആശങ്കകൾ ഒഴിയുന്നില്ല.
റിസർച്ച് ഡെസ്ക് 24. കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇന്ന് 1 വർഷം തികയുമ്പോൾ ദുരിതബാധിതർ ഇപ്പോഴും നേരിടുന്നത് വലിയ അവഗണനയാണ്. 150 കുടുംബങ്ങളാണ് ദുരന്തത്തിന്റെ ഇരകൾ. 2024 ജൂലൈ 30 പുലർച്ചെയുണ്ടായ ഉരുൾപൊട്ടലിലാണ് വിലങ്ങാട് അടിച്ചിപ്പാറ ഗ്രാമം നാമാവശേഷമായത്. അതിതീവ്ര മഴയിൽ ചെങ്കുത്തായ മലഞ്ചെരിവിലുണ്ടായ ഉരുൾപൊട്ടലിന്റെ ഇരകളായത് 150 കുടുംബങ്ങൾ. അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാനെത്തിയ കുളത്തിങ്കൽ മത്തായിക്ക് ജീവൻ നഷ്ടമായി. പാറക്കല്ലുകൾ മലമുകളിൽ നിന്ന് പതിക്കുന്നതിന്റെ ശബ്ദം കേട്ട് ജനങ്ങൾ വീടുകളിൽ നിന്ന് ഇറങ്ങി ഓടിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. വീട് തകർന്നവരിൽ 31 പേർക്ക് മാത്രമാണ് വീട് നിർമ്മാണത്തിന് സഹായധനം ലഭിച്ചത്. ദുരിതത്തിന് ഇരയായ 35 പേരെ കൂടി ചേർത്ത് ധനസഹായത്തിനുള്ള പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ടെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. 12 കടകൾ ഉപയോഗിക്കാൻ കഴിയാത്ത വിധം നശിച്ചു. ഇവർക്കും നഷ്ടപരിഹാരം ലഭിച്ചില്ല. പൂർണ്ണമായിട്ട് വീടും കിടപ്പാടവും നഷ്ടപ്പെട്ട 31 കുടുംബങ്ങൾക്ക് 15 ലക്ഷം രൂപ നൽകി എന്നതൊഴിച്ചാൽ മറ്റൊരു സഹായവും ഈ പ്രദേശത്ത് ലഭിച്ചിട്ടില്ല. ബാക്കി 120ഓളം കുടുംബങ്ങളെ സർക്കാർ സഹായിക്കണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. വാസയോഗ്യമല്ലാത്ത വീടുകളിൽ നിന്ന് ആളുകൾ വാടകയ്ക്ക് മാറി താമസിക്കുകയാണ്. അവർക്ക് എത്രയും പെട്ടെന്ന് 5 മാസത്തേക്കെങ്കിലും വാടക അനുവദിക്കണം. മറ്റു മാർഗങ്ങളൊന്നുമില്ല. കൃഷിയും നഷ്ടപ്പെട്ടു, അവരുടെ വരുമാന മാർഗങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. വലിയ പാറകളും മറ്റ് അവശിഷ്ടങ്ങളും നിറഞ്ഞ് കൃഷിഭൂമികളും ഉപയോഗശൂന്യമായി. വിലങ്ങാടിനായി പ്രത്യേക പാക്കേജ് നടപ്പാക്കുമെന്ന് സ്ഥലം സന്ദർശിച്ച 6 മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഉറപ്പു നൽകിയെങ്കിലും പാലിക്കപ്പെട്ടില്ല. ഇടയ്ക്കിടെ പ്രകൃതി ദുരന്തം ഉണ്ടാകുന്ന ഇവിടെ ദുരിതാശ്വാസ ക്യാമ്പായി ഉപയോഗിക്കാൻ 100 പേരെ ഉൾക്കൊള്ളാവുന്ന ഷെൽട്ടർ നിർമ്മിക്കുമെന്ന വാഗ്ദാനവും എങ്ങുമെത്തിയില്ല. സമീർ സി മുഹമ്മദ്, 24, കോഴിക്കോട്. റഷ്യയുടെ കാംചാക്ക തീരത്ത് വൻ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 8.7 തീവ്രത രേഖപ്പെടുത്തി. പെട്രോ പാവ്ലോസ്കിൽ നിന്ന് 134 കിലോമീറ്റർ തെക്ക് കിഴക്കൻ ഭാഗത്താണ് പ്രഭവ കേന്ദ്രം. 74 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രമെന്ന് USGS അറിയിച്ചു. അമേരിക്ക, ജപ്പാൻ തീരങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 2011 ശേഷം രേഖപ്പെടുത്തിയ ഏറ്റവും വലിയ ഭൂചലനമാണ് ഇത്. പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. IAS തലപ്പത്ത് അഴിച്ചുപണി. 4 ജില്ലാ കളക്ടർമാർക്ക് മാറ്റം. G. പ്രിയങ്കയാണ് എറണാകുളത്തിന്റെ പുതിയ കളക്ടർ. നിലവിലെ എറണാകുളം കളക്ടർ NSK ഉമേഷ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറാകും. നിലവിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ S. ഷാനവാസിനി തൊഴിൽ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ആയിരിക്കും. K. വാസുകയെ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയായും നിയമിച്ചിട്ടുണ്ട്. മേഘന മുരളിയാണ് വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് ചേരുന്നത്. മേഘന, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് ഈ മാറ്റങ്ങൾ? ഗുഡ് മോർണിംഗ് ഉന്മേഷ്, സ്മിത. അതിൽ പ്രധാനമായും ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് സർക്കാർ ഈ ഉത്തരവ് പുറത്തിറക്കുന്നത്. അതിൽ പ്രധാനമായും 4 ജില്ലാ കളക്ടർമാർക്കാണ് മാറ്റമുള്ളത്. എറണാകുളം, ഇടുക്കി, കോട്ടയം, പാലക്കാട് ജില്ലകളിലെ കളക്ടർമാർക്കാണ് നിലവിൽ മാറ്റമുള്ളത്. G. പ്രിയങ്ക പുതിയ എറണാകുളം കളക്ടറാകും. നിലവിൽ G. പ്രിയങ്ക പാലക്കാട് ജില്ലാ കളക്ടറാണ്. G. പ്രിയങ്ക എറണാകുളം ജില്ലാ കളക്ടറാകും. അതുപോലെ തന്നെ MS മാധവിക്കുട്ടി പാലക്കാട് കളക്ടർ. ആരോഗ്യവകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി ആയിരുന്നു MS മാധവി. അതുപോലെ ചേതൻ കുമാർ മീണ കോട്ടയം കളക്ടർ. ഡോക്ടർ ദിനേശ് ചെറുവത്ത് ഇടുക്കി കളക്ടറാകും. നിലവിൽ പഞ്ചായത്ത് ഡയറക്ടറാണ് ദിനേശ് ചെറുവത്ത് ഇടുക്കി കളക്ടറാകുമെന്നും അറിയുന്നു. അതുപോലെ തന്നെ NSK ഉമേഷ് പുതിയ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ. നിലവിൽ എറണാകുളം ജില്ലാ കളക്ടറായിട്ടുള്ള NSK ഉമേഷിനാണ് പുതിയ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായിട്ടുള്ള ചുമതലയുള്ളത്. അതുപോലെ തന്നെ K. വാസുകിയെ തൊഴിൽ വകുപ്പിൽ നിന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിലേക്ക് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ആയിട്ട് കൊണ്ടുവരുന്നു. അതുപോലെ S. ഷാനവാസ് തൊഴിൽ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ആകും. ഡോക്ടർ S. ചിത്ര പൊതുവിദ്യാഭ്യാസ അഡീഷണൽ സെക്രട്ടറി ആകും. അങ്ങനെ IAS തലപ്പത്ത് വലിയൊരു അഴിച്ചുപണിയാണ് ഇപ്പോൾ സർക്കാർ നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 2023 ബാച്ച് IAS ഈ പരിശീലനം പൂർത്തിയാക്കിയിട്ടുള്ള IAS ഉദ്യോഗസ്ഥരുടെ ഒരു ചുമതല കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് സർക്കാർ ഇത്തരത്തിലൊരു പുതുക്കിയ ഉത്തരവ്. അതിൽ 25ഓളം പുതിയ IAS തലപ്പത്ത് മാറ്റങ്ങളുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. 4 ജില്ലാ കളക്ടർമാർക്കാണ് ഇപ്പോൾ നിലവിൽ മാറ്റമുള്ളത്. മേഘന മുരളിയാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ചേർന്നത്. പത്തനംതിട്ട പ്ലാന്തോട് ശബരിമല തീർത്ഥാടകരുടെ വാഹനത്തിന് തീപിടിച്ചു. പാലക്കാട് സ്വദേശികളായ 6 അംഗ സംഘം സഞ്ചരിച്ച കാറിനാണ് തീപിടിച്ചത്. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. AV ജയശങ്കർ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി. ജയശങ്കർ, ഇതെങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത്? ആളപായം ഒന്നുമില്ല എന്നുള്ളത് ആശ്വാസമാകുന്നുണ്ട്.
അതായത് സ്മിത, ഇന്ന് പുലർച്ചെ 3:30യോടുകൂടിയാണ് ഈ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച കാറിന് തീപിടിച്ചത്. ഈ പമ്പ പാതയിൽ അട്ടത്തോടിനും ചാലക്കയത്തിനും ഇടയിൽ പ്ലാന്തോട് ഭാഗത്താണ് പുലർച്ചെ തീപിടുത്തമുണ്ടായത്. പാലക്കാട് നിന്ന് വന്ന 6-അംഗ സംഘമായിരുന്നു ഈ കാറിൽ ഉണ്ടായിരുന്നത്. കാറിൽ നിന്ന് പുക ഉയർന്നതിനെ തുടർന്ന് ഇവർ പുറത്തിറങ്ങി. പിന്നാലെ ഈ കാറ് കത്തി അമരുകയായിരുന്നു. വലിയ തോതിൽ കാറിൽ തീപിടുത്തമുണ്ടായി. പിന്നീട് പമ്പ കൺട്രോൾ റൂമിൽ നിന്നും വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കുകയായിരുന്നു. ഷോർട്ട് സർക്യൂട്ടാണ് ഇത്തരത്തിൽ തീപിടുത്തത്തിന് കാരണം എന്നാണ് ഫയർഫോഴ്സ് പറയുന്ന പ്രാഥമികമായ നിഗമനം. എന്തായാലും ഈ അപകടത്തിൽ ആർക്കും തന്നെ മറ്റ് പരിക്കുകളോ ആളപായമോ ഇല്ല എന്നത് വളരെ ആശ്വാസം പകരുന്ന കാര്യമാണ്. നിരന്തരമായി ഇലക്ട്രിക് വാഹനങ്ങൾ ഉൾപ്പെടെ ഇല്ലെങ്കിൽ കാറുകൾ ഉൾപ്പെടെ ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടാകുമ്പോൾ അത് വലിയ ആശങ്കയാണ് ജനങ്ങളെ സംബന്ധിച്ചും സൃഷ്ടിക്കുന്നത്. ശരി, എ വി ജയശങ്കറാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കാലിക്കറ്റ് സർവകലാശാലയിലെ മുൻ SFI വനിതാ നേതാവ് 24-നെതിരെ നൽകിയ മാനനഷ്ട കേസ് കോഴിക്കോട് ഫസ്റ്റ് അഡീഷണൽ മുനിസിപ്പൽ കോടതി തള്ളി. കോടതി ചെലവ് നൽകണമെന്നും ഉത്തരവിലുണ്ട്. വനിതാ നേതാവിന് സർവകലാശാല സിൻഡിക്കേറ്റ് ഇൻഡെക്സ് മാർക്ക് കൂട്ടി നൽകിയ വിവാദം വാർത്തയായി നൽകിയതിലായിരുന്നു 24-നെതിരെ കേസ് നൽകിയത്. 2009 MA പാസ്സായ മുൻ SFI വനിതാ നേതാവിന് വർഷങ്ങൾ കഴിഞ്ഞ് മാർക്ക് ദാനമായി നൽകിയെന്നായിരുന്നു വാർത്ത. 2007-2009 വർഷം സർവകലാശാലയുടെ വിമൻസ് സ്റ്റഡീസ് വകുപ്പിൽ MAക്കാണ് ഇവർ പഠിച്ചത്. മതിയായ ഹാജരില്ലാത്ത വിദ്യാർത്ഥിക്ക് ഹാജരിനുള്ള മാർക്ക് നൽകാൻ പാടില്ലെന്നാണ് സർവകലാശാല ചട്ടം. വ്യവസ്ഥ മറികടന്ന് എല്ലാ പേപ്പറിനും മുഴുവൻ മാർക്കും നൽകണമെന്ന വിദ്യാർത്ഥി നേതാവിന്റെ അപേക്ഷ അന്നത്തെ VC ഡോക്ടർ അൻവർ ജഹാൻ സുബൈരി തള്ളിയിരുന്നു. എന്നാൽ പുതിയ അപേക്ഷ പരിഗണിച്ച കാലിക്കറ്റ് സിൻഡിക്കേറ്റിന്റെ സ്ഥിരം സമിതി മാർക്ക് അധികമായി നൽകുകയായിരുന്നു. ഇതിനെതിരെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയും MSFും രംഗത്തെത്തി. ഇതാണ് 24 റിപ്പോർട്ട് ചെയ്തത്. ഇതിനെതിരെയാണ് SFI വനിതാ നേതാവ് മാനനഷ്ടത്തിന് കേസ് നൽകിയത്. കേസിൽ വാദം പൂർത്തിയാക്കി കോടതി കേസ് തള്ളുകയും കോടതി ചെലവ് നൽകാൻ ഉത്തരവിടുകയുമായിരുന്നു. 24-നായി അഡ്വക്കേറ്റ് KS അനീഷ് കുമാർ ഹാജരായി. അന്ന് സർവകലാശാലയിൽ കരാർ അടിസ്ഥാനത്തിൽ അധ്യാപികയായി ജോലി ചെയ്തിരുന്ന ഇവർക്ക് സ്ഥിരം നിയമനത്തിനുള്ള യോഗ്യതാ പരീക്ഷയ്ക്കുള്ള ഇൻഡെക്സ് മാർക്ക് കൂട്ടി ലഭിക്കുന്നതിനു വേണ്ടിയാണ് മാർക്ക് ദാനം നൽകിയതെന്നായിരുന്നു ആരോപണം. ഷഹദ് റഹ്മാൻ, 24 കോഴിക്കോട്. ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് റഷ്യയുടെ കാംചാക്ക തീരത്തുണ്ടായ വൻ ഭൂചലനം സംബന്ധിച്ചാണ്. റിക്ടർ സ്കെയിലിൽ 8.7 തീവ്രതയാണ് രേഖപ്പെടുത്തിയത്. രഞ്ജു മത്തായി ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. രഞ്ജു, 8.7 തീവ്രത എന്ന് പറയുമ്പോൾ വൻ ഭൂകമ്പമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തെല്ലാം വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമാണ്? ഉന്മേഷ് സ്മിത, റഷ്യയിൽ വലിയ ഭൂചലനമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 8.7 റിക്ടർ സ്കെയിലിൽ 8.7 തീവ്രത രേഖപ്പെടുത്തിയിരിക്കുന്ന ഭൂചലനമാണ് റഷ്യയുടെ കാംചാക്ക തീരത്ത് സംഭവിച്ചിരിക്കുന്നത്. റഷ്യയുടെ കിഴക്കൻ തീരത്താണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. നാശനഷ്ടങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ജപ്പാനിൽ നിന്ന് ഏകദേശം 250 കിലോമീറ്റർ അകലെയുള്ള മേഖലയാണ്. എന്നാൽ ജപ്പാൻ തീരത്തും അമേരിക്കൻ തീരത്തും സുനാമി മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ ഇരു രാജ്യങ്ങളും അതിവേഗത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹവായ് തീരത്തും അതോടൊപ്പം തന്നെ ജപ്പാന്റെ തീരദേശ മേഖലകളിലും ആളുകളെ ഒഴിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ജപ്പാൻ പ്രധാനമന്ത്രിയുടെ ഒരു അല്പസമയം മുമ്പ് വന്നൊരു അറിയിപ്പ് പറയുന്നത് ജപ്പാന്റെ തീരദേശ മേഖലയെ പൂർണ്ണമായും ഇത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തീരദേശ മേഖലയിൽ നിന്ന് ജനങ്ങൾ എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു പോകണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് അല്പസമയം മുമ്പ് ജപ്പാൻ പ്രധാനമന്ത്രിയുടെ ട്വിറ്റർ പേജിൽ നമ്മൾ കണ്ടു. വലിയ ഒരു ഭൂചലനമാണ് സംഭവിച്ചിട്ടുള്ളത്. 8.7 എന്ന തീവ്രത അത് 2011 ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ ഒരു ഭൂചലനം തന്നെയാണ്. അതിനുശേഷം നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റഷ്യയുടെ തീരങ്ങളിൽ ഭൂചലനം ഉണ്ടായതായി പറയുന്നുണ്ട്. എന്നാൽ ഇത് വലിയ ഒരു ഭൂചലനം തന്നെയാണ്. 8.7 എന്ന് പറയുന്നത് നടുക്കുന്ന, നമ്മളെ എല്ലാം പേടിപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയാണ്. വലിയ സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കാംചാക്ക തീരത്ത് വെള്ളം, വലിയ തിരമാലകൾ സംഭവിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ വരുന്നുണ്ട്. ഇത് എത്രത്തോളം സ്ഥിരീകരിക്കാൻ കഴിയുമെന്നറിയില്ല. കാരണം പല ഇത്തരത്തിലുള്ള ഭൂചലനങ്ങൾ ഉണ്ടാകുമ്പോൾ പല വിഷ്വൽസും നമുക്ക് കാണാൻ കഴിയും. പക്ഷേ നമ്മൾ ഇതുവരെ ഇതിൻ്റെ ആധികാരികത ഉറപ്പുവരുത്തുന്ന
ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ നമ്മൾ അത് സ്ഥിരീകരിക്കുന്നുള്ളൂ. നമ്മൾ വലിയ തിരമാലകളുടെ ദൃശ്യങ്ങൾ റഷ്യൻ തീരത്ത് കാണാൻ കഴിയുന്നുണ്ട്. വലിയ മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. റഷ്യയിൽ വലിയ ഭൂചലനം 8.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് റഷ്യയുടെ കാംചാക്ക തീരത്ത് ഉണ്ടായിട്ടുള്ളത്. അമേരിക്കയുടെയും ജപ്പാന്റെയും തീരത്ത് സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സ്മിത, ഉന്മേഷ്. പെട്രോ പാവ്ലോസ്കിൽ നിന്ന് 134 കിലോമീറ്റർ തെക്ക് കിഴക്കൻ ഭാഗത്താണ് പ്രഭവ കേന്ദ്രം. 74 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രമെന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ അറിയിക്കുന്നുണ്ട്. രഞ്ജു മത്തായിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ജപ്പാൻ തീരത്ത് 3 അടി ഉയരത്തിൽ വരെ ഈ സുനാമി തിരമാലകൾ എത്താൻ സാധ്യതയുണ്ട് എന്നുള്ള അറിയിപ്പുകൾ ഇപ്പോൾ ജപ്പാനിൽ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അവിടെ പ്രാദേശിക സമയം 10 മണിയോടെ സുനാമി തിരകൾ ഒരു പക്ഷേ തീരം ലക്ഷ്യം വെച്ച് എത്തിയേക്കുമെന്നുള്ള തരത്തിലൊക്കെ ജപ്പാനിൽ നിന്നുള്ള ചില റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. വരും മിനിറ്റുകളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. തൃശൂരിൽ പിതാവിനെ കൊലപ്പെടുത്തിയത് സ്വർണ്ണമാലയ്ക്ക് വേണ്ടിയെന്ന് പ്രതിയുടെ മൊഴി. മാല നൽകാതായതോടെ പട്ടിക കൊണ്ട് തലക്കടിച്ചു എന്നാണ് പ്രതി സുമേഷിന്റെ കുറ്റസമ്മതം. ഇന്നലെയാണ് ആളൊഴിഞ്ഞ പറമ്പിൽ മുളയം സ്വദേശി സുന്ദരന്റെ മൃതദേഹം ചാക്കിൽ കെട്ടിയ നിലയിൽ കണ്ടെത്തിയത്. സുരജ് സജിയാണ് ചേരുന്നത് വിവരങ്ങളുമായി. സുരജ്, ഈ സ്വർണ്ണമാലയ്ക്ക് വേണ്ടി അച്ഛനെ കൊന്നുകളഞ്ഞു എന്നാണോ ഇയാൾ പറയുന്നത്? സ്മിത, ഉന്മേഷ്, ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ മുളയം സ്വദേശിയായിട്ടുള്ള സുന്ദരനെ ചാക്കിൽ കെട്ടിയ നിലയിൽ ഈ സമീപത്തെ പറമ്പിൽ നിന്ന് കണ്ടെത്തുന്നത്. സുന്ദരനെ ഉച്ച മുതൽ കാണാനുണ്ടായിരുന്നില്ല. വീട്ടുകാർ നടത്തിയ തിരച്ചിലിൽ ഈ മൃതദേഹം പറമ്പിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു. പിന്നീട് മകനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഈ സ്വർണ്ണമാലയ്ക്ക് വേണ്ടിയാണ് താൻ ഈ കൊലപാതകം നടത്തിയതെന്ന് പ്രതി കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്. നേരത്തെയും ഈ സുമേഷ് സുന്ദരനോട് പണമൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. ഇന്നലെയും വീട്ടിലെത്തിയ സുമേഷ് സുന്ദരനോട് പണം ആവശ്യപ്പെടുന്നു. പണമില്ല എന്ന് പറഞ്ഞതോടുകൂടി കഴുത്തിലുണ്ടായിരുന്ന മാല നൽകണം എന്നാവശ്യപ്പെട്ടു. ഇത് സുന്ദരൻ നിഷേധിച്ചു. ഇതോടുകൂടി ഇരുവരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും അവിടെ ഉണ്ടായിരുന്ന പട്ടിക കൊണ്ട് സുന്ദരന്റെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് സുമേഷ് പറയുന്നത്. ഈ സംഭവത്തിന് ശേഷം ഈ സ്വർണ്ണമാല ഒരു സ്ഥലത്ത് പണയം വെച്ചു എന്നുകൂടി പ്രതി സമ്മതിക്കുന്നുണ്ട്. എന്തായാലും പ്രതി ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. ഇന്ന് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. അതോടൊപ്പം തന്നെ സുന്ദരന്റെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ ഇന്ന് നടക്കുകയും ചെയ്യും. സ്മിത, ഉന്മേഷ്. ഛത്തീസ്ഗഡിൽ ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ ഇന്ന് ദുർഗ് സെഷൻസ് കോടതി പരിഗണിക്കും. മജിസ്ട്രേറ്റ് കോടതി അപേക്ഷ തള്ളിയതോടെയാണ് അപ്പീൽ നൽകിയത്. ഇന്ന് ജാമ്യം കിട്ടും എന്ന പ്രതീക്ഷയിലാണ് സഭയും കുടുംബവും. ദുർഗ് സെൻട്രൽ ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീകളെ ഇടത് എംപിമാരുടെ സംഘം ഇന്ന് ജയിലിലെത്തി കാണും. അജീഷ് ജയകുമാറുണ്ട് വിവരങ്ങളുമായി. അജീഷ്, ഈ ജാമ്യാപേക്ഷ എപ്പോഴാണ് കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്? ഇടത് സംഘം എപ്പോൾ ജയിലിലെത്തും? അജീഷ്, ഗുഡ് മോർണിംഗ്. ഉന്മേഷ്, സ്മിത, ഗുഡ് മോർണിംഗ്. 11 മണിയോടെ ദുർഗ് സെഷൻസ് കോടതി ഈ കേസ് പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 9 മണിയോടെ ആയിരിക്കും ഇടത് സംഘം ദുർഗ് സെൻട്രൽ ജയിലിലെത്തി ഈ കന്യാസ്ത്രീകളെ കാണുക. ഇന്നലെ ഇടത് സംഘം അവിടെ എത്തിയിരുന്നു. വൈകിട്ട് 4 മണിക്ക് ശേഷമാണ് ആ സംഘം അവിടെ എത്തിയത്. പക്ഷേ ജയിൽ സൂപ്രണ്ടരോട് സംസാരിച്ചുവെങ്കിലും ഈ മാനുവൽ പ്രകാരമുള്ള സമയം കടന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തിരിച്ചയക്കുകയായിരുന്നു. കുറച്ചധികം നേരം അവിടെ നിന്ന് വാക്കുതർക്കമൊക്കെ ആയിരുന്നെങ്കിലും പിന്നീട് അനുവദിക്കാത്തതിനെ തുടർന്ന് തിരിച്ചു പോവുകയായിരുന്നു. പിന്നീടാണ് ഇന്ന് രാവിലെ 9 മണിക്ക് വരാൻ വേണ്ടി തീരുമാനിച്ചത്. ജാമ്യാപേക്ഷയുടെ കാര്യത്തിലും അങ്ങനെയാണ്. ഇന്നലെ മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. പക്ഷേ കോടതി തള്ളിയിരുന്നു. അത് ഗുരുതരമായ വകുപ്പുകൾ, 10 വർഷത്തിലധികം ശിക്ഷ കിട്ടാവുന്ന 2 ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയത് കൊണ്ടാണ് ഇന്നലെ ഈ മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളിയത്. അതിനുശേഷമാണ് സെഷൻസ് കോടതിയിൽ അപ്പീൽ നൽകിയത്. ഇതിന് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി അടക്കമുള്ള ആളുകൾ ഇവിടെ തുടരുന്നുണ്ട്. അവരുടെ ലീഗൽ സപ്പോർട്ട് അടക്കം ഈ കേസിന് ഇപ്പോൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് ജാമ്യം കിട്ടുമെന്ന് തന്നെയാണ് ഇപ്പോൾ സഭയും അതേപോലെ അവരുടെ കുടുംബാംഗങ്ങളും പ്രതീക്ഷിക്കുന്നത്. ഇതിൽ സിസ്റ്റർ പ്രീത മേരിയുടെ സഹോദരൻ ബൈജു അടക്കം ഉള്ളവർ ഇപ്പോൾ ദുർഗിൽ തന്നെ തുടരുകയാണ്. മാത്രമല്ല വന്ദന ഫ്രാൻസിസിന്റെ ബന്ധുക്കളും ഇവിടെ ഉണ്ട്. എന്തായാലും ഇന്ന് ജാമ്യം കിട്ടും. അതുപോലെ തന്നെ സിസ്റ്റർമാർ പുറത്തിറങ്ങും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അജീഷ് ജയകുമാറാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഏറ്റെടുക്കാൻ ആളില്ലാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കഴിയുന്ന അന്തേവാസികൾക്ക് ഗാന്ധി ഭവൻ തണലൊരുക്കുന്നു. അനാഥരായ 25 പേരെയാണ് ഇന്ന് ഗാന്ധി ഭവൻ ഏറ്റെടുത്തത്. മന്ത്രി ആർ ബിന്ദുവിന്റെ നേതൃത്വത്തിൽ 25 പേരെയും മെഡിക്കൽ കോളേജിൽ നിന്ന് യാത്രയാക്കി. ബന്ധുക്കൾ ഉപേക്ഷിച്ച സ്വന്തം പേര് പോലും മറന്നുപോയ ചിലർ അവരിന്ന് പ്രതീക്ഷയുടെ മറ്റൊരിടത്തേക്ക് ചേക്കേറുന്നു.
കിടപ്പ് രോഗികളായ 13 പേർ ഉൾപ്പെടെ 25 പേരെയാണ് പത്തനാപുരം ഗാന്ധി ഭവൻ ഏറ്റെടുത്തത്. ഭൂരിഭാഗം പേർക്കും ഗാന്ധി ഭവനിലേക്കുള്ള യാത്ര പ്രതീക്ഷ നൽകുന്നു. സ്വന്തക്കാരെ തിരിച്ചു കിട്ടിയെന്നവർ ആശ്വസിക്കുന്നു. ഞങ്ങൾ ഗാന്ധി ഭവനിലേക്ക് പോവുകയാണ്. അതായത് ഗവൺമെൻറ് ഞങ്ങളെ ഏറ്റെടുക്കുക. അപ്പം ഞങ്ങൾ ആരും ഇല്ലാതായിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാവരും ഉണ്ട്. നിങ്ങളൊക്കെ ഇല്ലേ? നിങ്ങളൊക്കെ ഇപ്പം നിങ്ങളുടെ ബന്ധുക്കളാണ്. ഞങ്ങൾക്ക് ഇപ്പോൾ ആൾക്കാരും ധാരാളമുണ്ട്. ഞങ്ങൾ ഏകരല്ല. ഓർമ്മ അല്പമെങ്കിലും ബാക്കിയുള്ളവർക്ക് പറയാൻ പഴയ പ്രതാപകാലമുണ്ട്. ഇന്ന് സ്വന്തം മക്കൾക്ക് പോലും വേണ്ടാതായതിന്റെ കഥയും. അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് അമ്മയെ നോക്കാൻ ആളില്ല. അപ്പം അവരെ നോക്കിക്കൊണ്ട് നിൽക്കണോണ്ട് നമ്മളെ നോക്കാൻ സ്ഥലമില്ല. ഞാൻ ഗൾഫിൽ പോയി വീടൊക്കെ വെച്ചിട്ട് മോന് പണിയും കിട്ടിയപ്പോൾ നമ്മൾ വീട്ടിലാക്കാൻ വേണ്ട. ഗൾഫിൽ 6-7 വർഷം ഉണ്ടായിരുന്നു. ഇപ്പം ആർക്കും വേണ്ട. അങ്ങനെ ഞാൻ വീടും വെച്ച് മോന് ജോലിയും മാറ്റി. മകനൊന്നും വിളിക്കില്ല. മകനെ വിളിക്കാൻ എൻ്റെ മൊബൈലിലൂടെ വന്നപ്പോൾ എങ്ങനെയാണ് കംപ്ലൈൻ്റ് ആയിപ്പോയി. അത് മൊബൈലും ഇല്ല. ഇപ്പോൾ കുടുംബത്തിന് പോയിട്ട് കാര്യമില്ല സാറേ. മന്ത്രി ആർ ബിന്ദുവും അന്തേവാസികളെ യാത്രയാക്കാൻ മെഡിക്കൽ കോളേജിലെത്തി. സർക്കാർ കൂടെയുണ്ടെന്ന് ഉറപ്പു നൽകി. ഇത്തരത്തിലുള്ള ഗാന്ധി ഭവൻ പോലുള്ള ഹോമുകൾ ഇത്തരത്തിലുള്ള പുനരധിവാസം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിന് ആദ്യം പ്രതികരിച്ച ഒരു സ്ഥാപനമാണ് ഗാന്ധി ഭവൻ. അതിനോട് തീർച്ചയായും വളരെയധികം നന്ദിയുണ്ട്. ഈ ആരുമില്ലാതെ നിരാലംബരായി പോകുന്ന ഈ വയോജനങ്ങളെ ഏറ്റെടുക്കാനും അവർക്ക് ആവശ്യമായിട്ടുള്ള പരിരക്ഷ നൽകാനും തയ്യാറായ ഗാന്ധി ഭവനോട് സാമൂഹ്യനീതി വകുപ്പിന് വേണ്ടി ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഗാന്ധി ഭവനിലെ സംഘം മെഡിക്കൽ കോളേജിൽ നേരിട്ടെത്തിയാണ് രോഗികളെ ഏറ്റെടുത്തത്. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ 70ഓളം പേരാണ് ഗാന്ധി ഭവനിലേക്ക് എത്തിയത്. കുഞ്ഞുങ്ങൾ, വയോജനങ്ങൾ, മാനസിക രോഗികൾ, ഭിന്നശേഷിക്കാർ, HIV ബാധിതർ തുടങ്ങി 1500-ലധികം പേർ ഇന്ന് ഗാന്ധി ഭവനിലെ അന്തേവാസികളാണ്. 24 തിരുവനന്തപുരം. ഓപ്പറേഷൻ സിന്ദൂർ വിഷയത്തിൽ രാജ്യസഭയിൽ ഇന്നും ചർച്ച തുടരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഉൾപ്പെടെയുള്ളവർ ഇന്ന് ചർച്ചകളിൽ പങ്കെടുത്ത് സംസാരിക്കും. കഴിഞ്ഞ ദിവസം ലോക്സഭയിലെ ചർച്ചയിൽ സമാപന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാനെയും കോൺഗ്രസിനെയും രൂക്ഷമായി ആക്രമിച്ചു. വെടിനിർത്തലിനായി മധ്യസ്ഥത വഹിച്ചു എന്ന ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം പ്രധാനമന്ത്രി തള്ളി. വെടിനിർത്തലിനായി ഒരു ലോക നേതാവും ഇടപെട്ടിട്ടില്ലെന്നും ഇന്ത്യയുടെ പ്രഹരം താങ്ങാനാകാതെ പാകിസ്ഥാൻ വെടിനിർത്തലിനായി അപേക്ഷിക്കുകയായിരുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ച പ്രതിപക്ഷത്തെ രൂക്ഷമായി വിമർശിച്ച പ്രധാനമന്ത്രി കോൺഗ്രസിന് കേന്ദ്ര സർക്കാരിനേക്കാൾ വിശ്വാസം പാകിസ്ഥാനെയാണെന്ന് ആരോപിച്ചു. അതേസമയം ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവം പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. വിഷയത്തിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാനാണ് തീരുമാനം. നാസ ISRO സംയുക്ത ദൌത്യമായ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം നൈസറിന്റെ വിക്ഷേപണം ഇന്ന്. ആദ്യ ഇരട്ട ഫ്രീക്വൻസി ഉപഗ്രഹമായ നൈസറിനെ GSLV F-16 റോക്കറ്റ് ഉപയോഗിച്ചാണ് ഭ്രമണപഥത്തിൽ എത്തിക്കുക. ഇന്ന് വൈകിട്ട് 5:40 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ 2ാം വിക്ഷേപണ തറയിൽ നിന്നാണ് GSLV നൈസറിനെയും കൊണ്ട് കുതിച്ചുയരുക. കര, മഞ്ഞുപാളി, ജൈവ ആവാസ വ്യവസ്ഥ തുടങ്ങിയവയുടെ മാറ്റങ്ങൾ നൈസർ നിരീക്ഷിക്കും. ഓരോ 12 ദിവസവും 2 തവണ നൈസർ ഭൂമിയെ മുഴുവനായി നിരീക്ഷിച്ച് വിവരങ്ങൾ കൈമാറും. ISROയിലെയും നാസയിലെയും ശാസ്ത്രജ്ഞർ 10 വർഷത്തിലേറെ ഗവേഷണം നടത്തിയാണ് ഉപഗ്രഹത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഇരട്ട ഫ്രീക്വൻസി റഡാർ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഭൂമിയുടെ കൂടുതൽ വ്യക്തതയുള്ള ചിത്രങ്ങൾ പകർത്താൻ നൈസറിന് കഴിയും. വിക്ഷേപണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ISRO അറിയിച്ചു. ധർമ്മസ്ഥലയിലെ നിഗൂഢതകൾ. ധർമ്മസ്ഥലയിൽ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ ഇന്നും മണ്ണ് നീക്കി പരിശോധന നടത്തും. മൃതദേഹം കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മാർക്ക് ചെയ്ത 2ാം സ്പോട്ടിലാണ് ഇന്ന് ആദ്യം പരിശോധന. നേത്രാവതി സ്നാനഘട്ടത്തോട് ചേർന്ന പ്രദേശത്തായിരിക്കും ഈ പരിശോധന. ഇന്നലെ ആദ്യ സ്പോട്ടിൽ നടത്തിയ പരിശോധനയിൽ അസ്ഥികളോ തലയൊട്ടിയോ കണ്ടെത്തിയിരുന്നില്ല. മുഹമ്മദ് റയീസ് ഉണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി. മുഹമ്മദ് റയീസ്, എപ്പോൾ ഈ പരിശോധന തുടങ്ങും? വിവരങ്ങൾ.
ഉന്മേഷ്, ഇന്നും ഏതാണ്ട് ഉച്ചയോടുകൂടിയാകും പരിശോധന തുടങ്ങുക എന്നാണ് മനസ്സിലാകുന്നത്. ഒരുപക്ഷെ 1 മണിക്കൂറൊക്കെ നേരത്തെ പരിശോധന തുടങ്ങിയേക്കും എന്നുള്ളൊരു വിവരവും ലഭിക്കുന്നുണ്ട്. കാരണം ഇന്നലെ ഈ മഴയും ഒപ്പം തന്നെ പുഴയോട് ചേർന്നുള്ള പ്രദേശമാണ്. ഈ ആദ്യത്തെ സ്പോട്ടുകളൊക്കെയും പുഴയോട് ചേർന്നുള്ള പ്രദേശമാണ്. നേത്രാവതി സ്നാനഘട്ടത്തിന് സമീപമുള്ള പ്രദേശമാണ്. അപ്പോൾ അവിടെ പരിശോധന നടത്തുന്നതിന് വലിയ വെല്ലുവിളികളുണ്ട്. കാരണം ഈ 3 അടിയേക്ക് കുഴിച്ചു കഴിയുമ്പോഴേക്കും അവിടെ നിന്ന് വെള്ളം ഒഴുകുന്നുണ്ട്. പുഴക്കര ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അത്തരത്തിലാകും വെള്ളം വരിക. പിന്നെയും താഴോട്ട് കുഴിക്കണം എന്ന് ശുചീകരണ തൊഴിലാളി പറയുകയാണ് എങ്കിൽ അവിടെ മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവന്ന് പരിശോധിക്കുക എന്നുള്ളൊരു നീക്കത്തിലേക്ക് തന്നെയാണ് ഇന്നും SIT സംഘം കടക്കുക. അപ്പോൾ അങ്ങനെ 1 മണിക്കൂർ നേരത്തെ പരിശോധന തുടങ്ങുക. 6 മണിയോടുകൂടി പരിശോധന അവസാനിപ്പിക്കും. ഇന്നലെ ഒരൊറ്റ സ്പോട്ടിൽ മാത്രമാണ് പരിശോധന നടത്താനായത്. ആ സ്പോട്ടിൽ നിന്ന് ഒന്നും ലഭിച്ചതുമില്ല. അപ്പോൾ 3 അടി താഴ്ചയിലാണ് മൃതദേഹം കുഴിച്ചിട്ടിട്ടുള്ളത് എന്ന് ശുചീകരണ തൊഴിലാളി പറഞ്ഞിരുന്നു. പക്ഷേ അതിലും താഴോട്ട് കുഴിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് താഴോട്ട് കുഴിച്ചിരുന്നുവെങ്കിലും അവസാനം ഒന്നും കണ്ടെത്തിയില്ല എന്ന് അദ്ദേഹത്തിനെ കൂടി ബോധ്യപ്പെടുത്തിയതിനു ശേഷമാണ് ഈ 1ാമത്തെ സ്പോട്ട് മൂടിയത്. ഇന്ന് 2ാമത്തെ സ്പോട്ടിലേക്ക് പോവുകയും സമാനമായ രീതിയിൽ തന്നെ പരിശോധന തുടങ്ങാനാണ് ഇന്നും SIT സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഓരോ സ്പോട്ടും സമയം എടുത്തുകൊണ്ട് തന്നെ പരിശോധിക്കുക എന്നുള്ളതാണ്. ഒരു കുറ്റമറ്റ രീതിയിലുള്ള അന്വേഷണം തന്നെ നടത്തി പോകാനാണ് DGP പ്രണബ് മൊഹന്തി ഇന്നലെയും നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രോസസ്സിൽ അല്പം ഒരു താമസമുണ്ടാകും. ഓരോ സ്പോട്ടും കൃത്യമായി പരിശോധിച്ച് ഒന്നുമില്ല എന്ന് ഒന്നുകിൽ അദ്ദേഹത്തിന് വ്യക്തമാക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും കണ്ടെത്തുക എന്നുള്ളൊരു നീക്കം തന്നെയാണ് SIT നടത്തുന്നത്. എന്തായാലും ഇന്നത്തെ പരിശോധനയും നിർണായകമാണ്. ഇദ്ദേഹം താമസിച്ചിരുന്ന പ്രദേശത്തോട് ചേർന്ന് ഒരുപാട് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് അവകാശപ്പെടുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് പരിശോധന നടക്കുക. അപ്പോൾ അത് ഏതാണ്ട് ഒരു 11 മണിയോടെയൊക്കെ തുടങ്ങും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഉന്മേഷ്. മുഹമ്മദ് റഹീസാണ് വിവരങ്ങളുമായി ചേർന്നത്. ഷാർജയിലെ ഫ്ളാറ്റിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ കൊല്ലം ചവറ തെക്കുംഭാഗം സ്വദേശി അതുല്യയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു. പുലർച്ചെയോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ് മൃതദേഹം എത്തിച്ചത്. റീപോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിൽ പൊതുദർശനമുണ്ടാകും. വൈകിട്ടോടെയായിരിക്കും സംസ്കാരം. അതുല്യയുടെ മരണം ആത്മഹത്യയാണെന്നാണ് ഷാർജയിലെ ഫോറൻസിക് റിപ്പോർട്ട്. മേഘന മുരളിയുടെ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. മേഘന, ഈ റീപോസ്റ്റ്മോർട്ടം എപ്പോഴാണ്? മറ്റു വിവരങ്ങൾ. ഉന്മേഷ്, ഈ മാസം 19-നാണ് ഷാർജയിലെ താമസ സ്ഥലത്ത് അതുല്യയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. അതിനുശേഷം നിയമ നടപടികൾ, അതുപോലെ തന്നെ ഷാർജയിലുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്നിവ വൈകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും ദിവസമെടുത്ത് ഈ നാട്ടിലേക്ക് മൃതദേഹം എത്തിക്കുന്നത്. ഇന്ന് പുലർച്ചെയോടെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മൃതദേഹം എത്തിച്ചത്. അതിനുശേഷം റീപോസ്റ്റ്മോർട്ടം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലായിരിക്കും നടക്കുക. അത് ഉച്ചയോടകം തന്നെ ഈ റീപോസ്റ്റ്മോർട്ടം തീർത്ത് സംസ്കാര ചടങ്ങുകളടക്കം വൈകിട്ടോടുകൂടി വീട്ടിൽ നടത്താൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് കുടുംബം ആലോചിക്കുന്നത്. അതിൽ പ്രധാനമായും ഇപ്പോഴും അതുല്യയുടെ പിതാവുമായി സംസാരിക്കുമ്പോൾ പിതാവ് പറയുന്നത് തന്റെ മകൾ ആത്മഹത്യ ചെയ്യില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വലിയ ദുരൂഹതകൾ കുടുംബം ഇതിൽ ആരോപിക്കുന്നു. ഈ ഷാർജയിലെ ഫോറൻസിക് റിപ്പോർട്ട് ഫലം പറയുന്നത് അതുല്യയുടെ മരണം ആത്മഹത്യ എന്ന് തന്നെയാണ്. പക്ഷേ കുടുംബം അത് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നാട്ടിൽ ഒരു റീപോസ്റ്റ്മോർട്ടം നടത്താനടക്കമുള്ള പദ്ധതികൾ കുടുംബം ഇടുകയും അതുമായി ബന്ധപ്പെട്ട് മൃതദേഹം വിമാനത്താവളത്തിൽ നിന്ന് നേരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇനി റീപോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ ഉടൻ വീട്ടിൽ സംസ്കാര ചടങ്ങുകൾ നടത്തും എന്നുള്ളത് അറിയുന്നു. കൂടാതെ ഇപ്പോൾ നാട്ടിൽ ഈ ഭർത്താവായിട്ടുള്ള സതീഷിനെതിരെ കൊലക്കുറ്റത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നാട്ടിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് കുടുംബം ആലോചിക്കുന്നത്. അതുപോലെ തന്നെ മകൾ ആത്മഹത്യ ചെയ്യില്ല, അതിൽ ഈ വീഡിയോ ദൃശ്യങ്ങളടക്കം തെളിവായുണ്ട്. തന്റെ മകൾ ഭർത്താവിന് മുന്നിൽ ജീവന് വേണ്ടി യാചിച്ചതാണ്. അതുകൊണ്ട് തന്നെ മകൾ ഈ ക്രൂരമായിട്ടുള്ള മാനസിക ശാരീരിക പീഡനമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നടക്കമുള്ള ആരോപണമാണ് ഇപ്പോൾ കുടുംബം ഉന്നയിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട നിയമ നടപടി നാട്ടിൽ തുടരും. അതുപോലെ തന്നെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് വൈകിട്ടോടുകൂടി വീട്ടിൽ നടക്കുമെന്നും ഇപ്പോൾ കുടുംബം അറിയിക്കുന്നുണ്ട്. മേഘന മുരളിയാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത്. സസ്പെൻഷൻ വിവാദത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമൽ രജിസ്ട്രാർ KS അനിൽകുമാർ ശുപാർശ നൽകിയ സർവകലാശാല യൂണിയന്റെ പ്രവർത്തന ഫണ്ട് അപേക്ഷ VC തടഞ്ഞു. താൽക്കാലിക രജിസ്ട്രാർ മിനി കാപ്പന്റെ ശുപാർശയോടെ വീണ്ടും അപേക്ഷ നൽകാൻ നിർദ്ദേശം. യൂണിയന്റെ പ്രവർത്തനങ്ങൾക്കായി 10 ലക്ഷം രൂപ അടിയന്തരമായി അനുവദിക്കണമെന്ന അപേക്ഷയാണ് VC തിരിച്ചയച്ചത്. ഭരണ പ്രതിസന്ധി തുടരുന്ന കേരള സർവകലാശാലയിൽ ഫണ്ട് അനുവദിച്ചില്ലെങ്കിൽ യൂണിയൻ പ്രവർത്തനങ്ങളും അവതാളത്തിലാകും. സിൻഡിക്കേറ്റ് യോഗം വേണമെന്ന ആവശ്യത്തോടും VC മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്. യോഗം സെപ്റ്റംബർ ആദ്യവാരത്തിൽ ചേരാനാണ് പുതിയ തീരുമാനം.
പരിവാഹൻ ആപ്പിന്റെ മറവിൽ തട്ടിപ്പ് നടത്തിയ കേസിലെ മാസ്റ്റർ ബ്രെയിനായ 16-കാരനോട് ഇന്ന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് പോലീസ്. എന്നാൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുമോ എന്നുള്ള കാര്യം വ്യക്തമല്ല. വ്യാജ ആപ്പ് നിർമ്മിച്ചതിനും വിവരങ്ങൾ ശേഖരിച്ച് തട്ടിപ്പ് നടത്തിയതിനും 16-കാരനാണ്. ഇതെല്ലാം ചെയ്തത് 16 വയസ്സുകാരനാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വാരാണസിയിൽ ഇയാളെ പിടികൂടിയെങ്കിലും പ്രായപൂർത്തിയാകാത്തതിനാൽ നോട്ടീസ് നൽകി വിളിപ്പിക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.